ഹായ് ഹലോ ഡിയേഴ്സ് ഫസിൽ സാറാണ്. അപ്പോൾ 9ാം ക്ലാസ്സിലെ മക്കളെല്ലാം തന്നെ സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് തരാനാണ് വന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മടി ഉണ്ടാവരുത്. മാത്രമല്ല നമുക്ക് ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ചയൊക്കെ രാത്രികളിൽ എന്തുണ്ട്, മാരത്തോൺ സെഷൻസ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്. അതൊന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഈ ചാനലിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് മക്കൾ എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, ഫസിൽ സാറേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ഏതാണ് എന്നൊരു ചോദ്യം ഒരുപാട് പേര് ചോദിക്കലുണ്ട്. ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്? അപ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയോ? ഏതൊക്കെയാണ് നമ്മുടെ ഈ ഹാഫ് ഇയർലി എക്സാമിനും ക്വാർട്ടർലി എക്സാമിനും ഉള്ള ചാപ്റ്റേഴ്സ്, അല്ലാതെ ഇപ്പം പുതിയ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതൊക്കെ അറിയാമല്ലോ അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ SS2 എടുത്തു കഴിഞ്ഞാൽ ഞാൻ 2 ചാപ്റ്ററേ പറയുള്ളൂ. പ്രധാനമായിട്ടും 6ാമത്തെ ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്ററും 6, 8. ഈ 6ാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് അറിയോ? ഈ 6th ചാപ്റ്റർ നമ്മൾ പറയുന്ന പേര് പ്രൈസ് ആൻഡ് മാർക്കറ്റ് ആണ്. ഓക്കെ, പ്രൈസ് ആൻഡ് മാർക്കറ്റ്. ഈ പ്രൈസ് ആൻഡ് മാർക്കറ്റ് വിലയും വിപണിയും എന്താണ് മലയാളം? വിലയും വിപണി. ഓക്കെ, പ്രൈസ് ആൻഡ് മാർക്കറ്റ്. ഓക്കെ, മാർക്കായി പോയല്ലേ? നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് മാർക്കിനെ കുറിച്ചായതുകൊണ്ട് മാർക്കായി പോയി, പ്രൈസ് ആൻഡ് മാർക്കറ്റ്. ഓക്കെ, അതുപോലെ അടുത്തത് 8ാമത്തെ ചാപ്റ്റർ ആണ് ചില തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ അലോങ് ദ കോസ്റ്റിനെ കുറിച്ചുള്ള ആ ഒരു ചാപ്റ്റർ ആണ്. അഥവാ നമ്മുടെ തീരത്തിനെ കുറിച്ചുള്ള ഒരു കോസ്റ്റൽ പ്ലെയിൻസിനെ കുറിച്ചുള്ള ചാപ്റ്റർ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് essay ക്വസ്റ്റ്യൻ അടക്കം ഒരുപാട് മാർക്കിന് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതായത് ഇതിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ത്രൂ ദ സാൻഡി എക്സ്പാൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. സാൻഡി എക്സ്പാൻസ് മുഴുവനായിട്ട്, അതായത് നമ്മുടെ മരുഭൂമിയുടെ ചാപ്റ്ററിലെ ഡെസേർട്ടിൻ്റെ, ഓക്കെ, മണലാരണ്യങ്ങളിലൂടെ എന്ന് പറയുന്നത് പറയാനുള്ള ബുദ്ധിമുട്ടാണ് പറയുന്നത്. ഓക്കെ, മണലാരണ്യം എഴുതാൻ സുഖമാണല്ലോ, മണലാരണ്യം. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്നും നമ്മൾ essay പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് മുഴുവനായിട്ട് നമുക്ക് ഹാഫ് ഇയർലി എക്സാമിന് ഇല്ലായിരുന്നു, മുഴുവൻ ചാപ്റ്റർ ഇല്ലായിരുന്നു സാൻഡി എക്സ്പാൻസസ്. അപ്പോൾ എന്തായാലും ഈ ഒരു 3 ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് കോസ്റ്റ്, ഈ തീരം, അതുപോലെ മണലാരണ്യം. ഇതിൽ നിന്നാണ് essay നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ മഞ്ഞ കളറിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇതിൽ നിന്നാണ് essay നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുന്ന ചാപ്റ്റർ ഒന്ന് ഏതാണ്? നമ്മുടെ പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററും കൂടിയാണ്. അപ്പം ഈ ഒരു 3 ചാപ്റ്റർ നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇത് പഠിക്കാണ്ട് ഒരാളും പോരുത്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ഈ ചാപ്റ്ററുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സാറേ നമ്മുടെ ആ ഒരു ഇന്ത്യൻ എക്കണോമി ത്രൂ വേരിയസ് സെക്ടേഴ്സ്, ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വിവിധ മേഖലയോട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ പഠിക്കണ്ടേ? അതൊക്കെ പഠിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ 3 എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി സാറേ SS1 കേസ്, SS1 നമുക്ക് അച്ഛൽ സാറാണ് കേട്ടോ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ SS1 കേസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടുവാർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്ന ചാപ്റ്ററിലെ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് ആ ഒരു അവസാനത്തെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ, ഓക്കെ, നമ്മൾ ആലോചിക്കേണ്ട അവസാനത്തെ ചാപ്റ്ററാണത്. ആ ഒരു ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ 2 ചോദ്യം മിനിമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതിലെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ പറഞ്ഞ മാതിരി essay വരാനുള്ള സാധ്യത ഉള്ളത് ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി എന്ന് പറഞ്ഞ ചാപ്റ്റർ, ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ ചോളാപുരി അല്ല കേട്ടോ, ചോളാസ് ടു ഡൽഹി. ഓക്കെ, അതായത് ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്. ഓക്കെ, നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്, ഡൽഹി. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് essayക്കുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതായത് ഡെമോക്രസി എന്നുള്ള ആ ഒരു ചാപ്റ്റർ, ഡെമോക്രസിയിലൂടെ ആ ഒരു ചാപ്റ്റർ, ഡെമോക്രസിയുടെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, ഞാൻ കേട്ടിരുന്നു ഒരു തവണ, ഞാൻ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല, കാരണം എൻ്റെ ഏരിയ അല്ലല്ലോ. ഓക്കെ, ആ ജനാധിപത്യത്തിലൂടെ എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ, ജനാധിപത്യം ആ ഒരു എന്ത് ചെയ്യുക ചാപ്റ്റർ, അതും കൂടെ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക, ജനാധിപത്യത്തിനെ പോയല്ലേ. ഓക്കെ, ആ ജനാധിപത്യം. അപ്പോൾ എനിവേ ഈ ഒരു 3 ചാപ്റ്റേഴ്സാണ് SS1 നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ചാപ്റ്റർ, ലിംഗവിവേചനമില്ലാത്ത സമൂഹം, അതിനെ നിർബന്ധമായിട്ടും പഠിക്കണം. ചോളാസ് ടു ഡൽഹി നിർബന്ധമാണ്. അതുപോലെ നമ്മുടെ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓക്കെ, സ്ഥാപനങ്ങളിലൂടെ ജനാധിപത്യത്തിൻ്റെ വ്യാപനം എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റർ SS1 നിന്ന് ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടും ഈ 3 ചാപ്റ്റർ SS2-ൽ നിന്ന് പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതും ഈ 6 ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഈ 6 ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് ചിലപ്പം 60 മാർക്കിലേറെ അല്ല 60 മാർക്ക് ഒരു മിനിമം 60 മാർക്കെങ്കിലും ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ ഒരു 6 ചാപ്റ്ററിന് മാത്രമായിട്ട്. അപ്പോൾ എന്തായാലും ഇത് പഠിക്കണം, പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ എനിവേ ബാക്കി കഥകളൊക്കെ നമുക്ക് ലൈവിൽ പറയാം. ബാക്കി പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാണ്, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം, നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കാൻ ആഗ്രഹമുള്ള മക്കളിലേക്കൊക്കെ എത്തിക്കണം കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം. അപ്പോൾ രാത്രികളിൽ എന്ത് മറക്കാൻ പാടില്ല, ലൈവ് ക്ലാസ്സിൽ മറക്കാൻ പാടില്ല. ഓക്കെ, ലൈവ് അറ്റ് 7 PM ലൈവ് മറക്കരുത്. മൺഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ തിങ്കളാഴ്ച എന്ന് പറയും, തിങ്കളാഴ്ച ആണെങ്കിൽ ലൈവ് അറ്റ് 5 PM കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി കഥകൾ നമുക്ക് ലൈവിൽ പറയാം. ബൈ, സീ യു അഗെയിൻ.